ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അണ്ണാർക്കോട്ടൻ അടിയിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചാർജിന് വെച്ചതാണ്. ഇപ്പോഴും ഇതിനകത്ത് ചാർജില്ല, 10-15 മറ്റേ ഉള്ളൂ. ഇനി ഒന്ന് തിളച്ചിട്ടൊന്ന് ലെവലായിട്ട് വരട്ടെ. ഇന്നലെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റിയിട്ടില്ല സംഭവത്തിൽ, അതാണ് അവസ്ഥ. മാങ്ങ അതായത് തിന്നട എല്ലാവരും ഓരോ കഷ്ണം ഉണ്ടായിട്ട് അത് എന്തെഴുതാന്ന് അറിയാം ഒക്കെ എല്ലാവർക്കും കൊടുത്ത് കഷ്ണം മുറിച്ച് തിന്നു. പൊഞ്ഞു വെച്ചോ, ഫ്രിഡ്ജിൽ വെക്കണ്ട. അത് ഉണക്കമീനല്ലേ, അത് ഉണങ്ങിയിരിക്കേണ്ടതല്ലേ, അത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുവോ? അല്ല അതാ ഒറിജിനൽ കേടില്ല. ഉണക്കമീനോ? മനസ്സിലാവണ്ടല്ലോ ആളാണ്. നിങ്ങളെ കണ്ട് മനസ്സിലായി, എന്നെ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാൻ കുറേ ഇല്ലേ, എന്റെ രൂപമൊക്കെ ഒന്നും മാറിയില്ല ഇപ്പോ. എന്നാലും എന്നെ കണ്ടാ അറിയില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അണ്ണാർക്കോട്ടൻ അടിയിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചാർജിന് വെച്ചതാണ്. ഇപ്പോഴും ഇതിനകത്ത് ചാർജില്ല, 10-15 മറ്റേ ഉള്ളൂ. ഇപ്പം ചാർജിന് വെക്കാൻ പോകണം. നമ്മൾ വാതിലടച്ച് പൂട്ടുന്നതിന് മുമ്പ് എങ്ങനെയോ അകത്ത് കയറി കൂടിയ മുതലാണ്. ഇപ്പം അതിന് പുറത്തേക്ക് പോകാൻ പറ്റണില്ലായിരുന്നു. ഞാനത് തുറന്നിട്ടതിന് ശേഷം പോയിട്ട് ഫോൺ എടുക്കാൻ പോയി, ആ ഗ്യാപ്പിൽ മുങ്ങി വന്നിട്ടുണ്ട്. ഒരു നാട്ടിൽ എണ്ണാർക്കണ്ണൻ എന്ന് പറയും, ഒരു നാട്ടിൽ എണ്ണാർക്കോട്ടൻ എന്ന് പറഞ്ഞു. എവിടെ മുതലും പോയോ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എവിടെയുള്ളതൊന്നും കാണുന്നില്ലല്ലോ. ഞാനിപ്പോൾ ഒരു 3-4 വട്ടം കണ്ടു മുതലിനെ. പുറത്തേക്ക് പോവാ. എങ്ങോട്ട് പോകണം? അത് ഇതിനകത്തൊന്നും പോയിട്ടില്ല. എവിടെ പോയി ആ സാധനം? ഞാൻ ഫോൺ എടുക്കാൻ പോയ നേരം കൊണ്ട് ആളോടി രക്ഷപ്പെട്ട. മേലെന്ന് എവിടെ ഏതി കൂടെ കയറി കൂടിയതെന്നാണ് എനിക്ക് ഒരു പിടി കിട്ടാത്തത്. ഈ ഇത് തുറന്നിട്ടുണ്ടാകുമ്പോൾ ആ സമയത്ത് അതിൽ കൂടെ കയറി കൂടിയതായിരിക്കുന്ന തോന്നുന്നത്. ഇനി പുറത്ത് വരുമ്പോ കാണാം. ഇനിയിപ്പോ പേടിച്ചിട്ട് വിളിച്ചിരിക്കണമെന്ന് അറിയില്ല. കുട്ടീനെയാണ് അവര് പോയി, മുകളിലേക്ക് പോയി. അതിനിപ്പോ ഒരു വയസ്സായിട്ടുണ്ടാവോ? എന്നാ അവര് വന്നത്? എന്നാ അവര് വന്നത്? 2 ദിവസമായി പോകുന്നത്. 2 ദിവസമായോ? ഇന്നലെയും കണ്ടു, ഇന്ന് കണ്ടു. അവിടെ നോക്കട്ടെ. ആ അവിടെ നോക്കണം, ഇവിടെ കണ്ടണം. അതൊന്നല്ല ഇപ്പം രസം. കോൾഡ് പിടിച്ചു, മൂക്കടപ്പ് വന്നു. അതായത് AC 24 ഇട്ടിട്ട് അറിയാണ്ട് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂക്കടയ്ക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങനെയാണ്, AC ഭയങ്കര തണുപ്പ് കൂടി കഴിഞ്ഞിട്ടൊക്കെ മൂക്കടപ്പ് വരും. ഇനിയിപ്പോൾ അതൊന്നും മാറാതെ ഈ സൗണ്ട് മാറൂല. ഇപ്പോൾ ഒരു മാതിരി ഇല്ലേ സൗണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല, നിങ്ങൾക്ക് ദോശ വേണോ മാഗി വേണോ? ഇന്നലെ ചൂടാക്കി. അതാ ചോദിക്കണേ, ഏതാ വേണ്ടേ? എനിക്ക് ദോശ ഉണ്ടെന്ന് മതി. മാഗി വേണ്ട. വേണ്ടേ? അയ്യോ, ചൂടാക്കി കഴിച്ച നല്ല ഉണ്ടാക്കിയപ്പോ അധികം ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, മാഗി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കൂട്ടാനുണ്ടോ? സാമ്പാർ. അത് ഇതൊന്ന് ചൂടാക്കട്ടെ. ഇതെന്താ അത്? ഈശ്വര, ഇത് ഓഫാക്കിയിട്ടില്ലേ? മിക്സിൻ്റെത് ഓണായി കിടക്കുന്നുണ്ട്. മിക്സിയുടെ മുകളിലത്തത് ഓണായി കിടക്കുന്നുണ്ട്. നമുക്കൊരു 1 മിനിറ്റ് നേരത്തേക്ക് ചൂടാക്കാം. നമുക്ക് സാമ്പാറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ലെവലാക്കി എടുക്കണം. ഇന്നലെ ഈ വെളിച്ചെണ്ണ വാങ്ങാൻ ഇന്നലെ വൈകുന്നേരം പോയത്. എന്ത് ചെയ്യാനാ? ലേശം ഒഴിക്കാം. ഇനി ഒന്ന് തിളച്ചിട്ടൊന്ന് ലെവലായിട്ട് വരട്ടെ. ഇന്നലെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റിയിട്ടില്ല സംഭവത്തിൽ, അതാണ് അവസ്ഥ. ദോശ മതിയോ? വേണ്ട, ഇത് മതി. 9:10 ഇതാണിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. ചെറുപയർ ദോശ, ലേശം ഉള്ളിച്ചമ്മന്തി, കുറച്ച് മാഗി. അമ്മ പിന്നെ ദോശ കഴിച്ചോളാന്ന് പറഞ്ഞു. എന്താ വേറുണ്ടാക്കണ്ട? എന്താ ഉണ്ടാക്കേണ്ടത്? ഉച്ചയ്ക്ക് ഇപ്പോൾ 1:30 മണിയുടെ നേരം. എന്താ വേണ്ടത്? എന്താ ഉണ്ടാക്കണേ? എനിക്കറിയില്ല എന്താ ഉണ്ടാക്കണ്ടത്. ദോശ ഉണ്ടാക്കട്ടെ? എന്താ എന്താ ചെയ്യുക? ഇങ്ങനെ മാവ് കേടുവന്ന് പോവുകയും ചെയ്യും. ദോശ ഉണ്ടാക്കുക. കൂട്ടാനുണ്ട് പേര്. എവിടെ? കൂട്ടാനുള്ള പേര് അപ്പുറത്തുനിന്ന് കൊടുന്ന? അതാ. അത് കൊള്ളാലോ. മാങ്ങ അതായത് തിന്നട എല്ലാവരും ഓരോ കഷ്ണം ഉണ്ടായിട്ട് അത് എന്തെഴുതാന്ന് അറിയാം ഒക്കെ എല്ലാവർക്കും കൊടുത്ത് കഷ്ണം മുറിച്ച് തിന്നു. ചക്കൻ്റെ അവിടെ ഇരിക്കുന്ന മുറിച്ചിട്ടില്ല. നമുക്ക് നാളെ മുറിക്കാട്ടോ. നാളെ വരണം കേട്ടോ. വരാന്ന്. അവിടുത്തെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? വയസ്സായിട്ടില്ല, 6 മാസം. 6 മാസമായിട്ടുള്ളൂ? 6 മാസമായിട്ടുള്ളൂ. ഇപ്പോഴല്ലേ ഒരു കൊല്ലായില്ലേ പ്രസവം എന്ന് പറഞ്ഞിട്ട് പോയിട്ട്? പോയിട്ട് 1 കൊല്ലമൊന്നും ആയിട്ടില്ല. എന്താ പറയണ?
ഇവിടുന്ന് ആളെ കാണാണ്ടായിട്ട് കുറെ കാലമായി. 5-6 എപ്പോഴാണ് പോയത്. ഓ ആ ഇപ്പൊ കുട്ടിക്ക് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനെ ഇരിക്കാറായിട്ടുള്ളൂ അതിനെ. ഒരു കൊല്ലത്തിനടുത്തായില്ലേ പോയിട്ട്? ആ ഒരു കൊല്ലത്തിന് ഞാൻ കരുതിയത് 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലമാവുള്ളൂ. അങ്ങനെ ഉച്ചക്ക് ദോശ ഉണ്ടാക്കുകയാണ് ഇപ്പൊ പ്ലാന്. ചോറുണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ദോശ തന്നെ ഉണ്ടാക്കട്ടെ. പന്നീനെ കാണാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഹലോ, നല്ല തീറ്റയാണല്ലോ. ഇങ്ങോട്ട് കഴിഞ്ഞാ ചന്തി കാട്ടി നിൽക്കുക. ഹലോ, എന്താ നിങ്ങൾക്കൊരു പച്ച ദോശ കൂടി വെച്ചിട്ടുണ്ട്, അടുത്ത് കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ റെഡി ആയിട്ടുണ്ട്. 4 എണ്ണേ ഉള്ളൂ, ആണ് കഴിക്കുക. ഉച്ചക്കൊന്നും കഴിക്കണില്ലല്ലോ, ചോറിലൊന്നും ഇല്ലല്ലോ. നമുക്ക് കഴിച്ചാട്ടെ, സെറ്റാവട്ടെ. 2 മണി കഴിഞ്ഞു, ഇനിയെങ്കിലും കഴിക്കട്ടെ. ദോശ ലേശം കരിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിച്ചട്ടണി ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ട്. കുറച്ച് തിന്ന് പകുതിയാക്കി. ഇത് ഈ അമരക്ക ആ കൂട്ടത്തിൽപ്പെട്ട സാധനമാണ്. നിങ്ങൾ ഞങ്ങളുടെ പപ്പടൊക്കെ അവിടെ ഇട്ടിട്ട് പോയിരിക്കണ്. എന്താ വേണ്ടേ? കോവക്ക ഉപ്പേരി. ഇനിയിപ്പോൾ കോവക്ക വേണോ? എന്നാലും കോവയ്ക്ക. വെളിച്ചെണ്ണൊക്കെ വെച്ച് സെറ്റാക്കിയപ്പോൾ സാമ്പാർ രസമുണ്ട്. മാങ്ങ ഇപ്പം അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരമുണ്ടെന്നും. നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചു നോക്ക്. നിങ്ങൾക്ക് അണ്ണാറക്കൊട്ടനെ കാണിച്ചു തരാം. ആളിവിടെ ഉണ്ട്. ഇപ്പോൾ ഓടാനുള്ള ചാൻസ് ഉണ്ട് വഴിക്ക്. ഇതിനകത്ത് കയറി ഇരിക്കുകയാണ്, പാവക്കുട്ടിയുടെ ടോയ്സിനകത്ത്. എവിടെയാണ്? ഈ ഷെൽഫിൻ്റെ പിന്നിലുണ്ട്. പോകണം ആശ. താഴത്തേക്ക് പോയിട്ടുണ്ട്. ആളപ്പം ഇതിനകത്ത് തന്നെയാണ് താമസം മനസ്സിലായി. ഇതേ അണ്ണാറക്കോട്ടനെ ഇതിനകത്ത് വാഗക്കോട്ടയുടെ ആ കളിപ്പാട്ടത്തിൻ്റെ ഇതിനകത്ത് പോയിരിക്കുകയാണേ. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. നിക്ക് ഐശ്വര്യേച്ചിയുടെ മകളില്ലേ നിഷ, അവരിപ്പോ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന്. കക്കൂസ് വൃത്തിയാക്കാം, ബാത്റൂം കേക്ക്. ഐശ്വര്യേച്ചിയുടെ മകളില്ലേ സുഖേട്ടൻ്റെ അവിടെ വീഡിയോ കണ്ടു, ചെറിയമ്മേനെ കണ്ടു വീഡിയോയിലെന്ന് പറഞ്ഞിട്ടേ. മനസ്സിലായി. ഇത്ര നമ്മളെ പണി കഴിച്ചിട്ട് വരും, സൗണ്ട് കൊണ്ടൊന്നും കേൾക്കില്ല. ഇത് നമ്മളെ ആദ്യത്തെ ചാനലിലേക്കുള്ള വീഡിയോ പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുക. നിങ്ങൾ ചെറിയമ്മയില്ലേ? ചെറിയമ്മ ആയാലും ഉണ്ട്. കുട്ടി ചെറിയമ്മനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരിക്കുക. അതെ, എന്നിട്ട് എന്ത് പറഞ്ഞു? പിന്നെ നോക്കി കണ്ടു, അത്രേ ഉള്ളൂ. നോക്കണ്ടല്ലോ, മനസ്സിലാവണ്ടല്ലോ ആളാണ്. നിങ്ങളെ കണ്ട് മനസ്സിലായി. എന്നെ മനസ്സിലാവാൻ ചാൻസ് ഇല്ല, ഞാൻ കുറേയില്ലേ. എന്റെ രൂപമൊക്കെ ഒന്നും മാറിയില്ല ഇപ്പോ. എന്നാലും എന്നെ കണ്ടാ അറിയില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മളെ കുടുംബത്തിലേക്ക്, അല്ലെന്താ പറയുക, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുന്നൊരവസ്ഥ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനലത്തെ വീഡിയോ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. അത് നീ കാണ്, എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് നീ കാണ്, കണ്ടിട്ട് വ്യൂ വരട്ടെ, ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആരെടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചാനൽ തുടങ്ങിയ വിവരം. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്ലോഗ് ചാനലിൽ കാണുന്ന വിവരം. ഇതുകൊണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഇത് പലരും ഇങ്ങനെ അറിയാതെ അവരുടെ മൊബൈലിൽ വന്ന് അങ്ങനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വരുമ്പോഴൊരു സന്തോഷം അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറയാതെ അവർ കണ്ടുപിടിക്കുകയല്ലേ, തന്നെത്താൻ അവരുടെ മൊബൈലിലേക്ക് എത്തുകയല്ലേ. യൂട്യൂബ് ഇങ്ങനെ എല്ലാവർക്കും അയക്കുന്ന കൂട്ടത്തിൽ അവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയോ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഇത് നമ്മുടെ കുടുംബത്തിലത്തെ ആൾ തന്നെയാണല്ലോ എന്നുള്ളത് തോന്നണത്. ഞാൻ ആരെടുത്തേക്കും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് കാണുന്ന് പറയുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. കുടുംബമല്ലല്ലോ, എന്റെ കുടുംബം സ്വന്തം ചോര പോലെയല്ലേ. ചോര ഉണ്ടായതാ കുടുംബം. ഇതൊക്കെ വല്യമ്മയുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞമാതിരിയുള്ള ബന്ധങ്ങളാണ് കേട്ടോ. പക്ഷെ കുറെ വർഷമായി കണ്ടിട്ട്. അതാണ്, അവര് നാട്ടിലില്ല, അവര് പുറത്തെവിടെയാണ്.
അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് കാണാൻ പറ്റില്ല. ദൂരെ ആയി കഴിഞ്ഞാലേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയാൽ പിന്നെ കാണൽ നടക്കൂലല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉണക്കമീൻ കിട്ടിയാലേ കൊണ്ടുവരുന്നുണ്ട് വാർക്കാലം. അത് കൊണ്ടുവരാം. പിന്നെ മുട്ടയും വേണം. പിന്നെന്താ രാത്രിക്ക് എന്താ വേണ്ട കഴിക്കാൻ? രാത്രി എന്താ ഇഷ്ടമുള്ള വെച്ചാൽ മേടിച്ച കൊണ്ടുവന്നുണ്ടാക്കാല്ലാണ്ട്. ദോശ വേണ്ടേ? എനിക്ക് വേണ്ട, അത് ഉണ്ടാക്കി വേണ്ട, ഉച്ചയ്ക്ക് തിന്ന് മതിയായി. മടുത്തോ? മടുത്ത് അത് തന്നെ 4 നേരം 3 നേരം 2 നേരം തിന്നുമ്പോൾ മടുക്കില്ലേ? ഇനി പിന്നെ എന്താ വേണ്ടേ? അല്ല വേറെന്താ കഴിക്കാൻ വേണ്ടേ പറയൂ. ഒന്നും വേണമെന്നില്ല, എന്തൊക്കെ ചെയ്യും, അങ്ങനെ കിടന്നാൽ വശക്കും ചെയ്യും. അതുകൊണ്ട് കൊത്തു പൊറോട്ട കിട്ടോ? കൊത്തു പൊറോട്ട കിട്ടും, പക്ഷെ വലിയ സ്വാദില്ല. അതെ, എന്നാ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് ഒരു വകയ്ക്ക് കൊള്ളില്ല. അതെ, അയ്യേ, വെറുതെ പൈസയും പോയി വയറും നാശമായിരുന്നല്ലാതെ ഒരു ടേസ്റ്റും ഇല്ല. വേണ്ട വേണ്ട. അമ്മ ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല, ഏത് സമയം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടില്ലേ? വീട് വൃത്തിയാവണമെങ്കിൽ വേണല്ലോ. ഇപ്പൊ മേലത്തെ ബാത്റൂം കഴുകിട്ട് വരുവാ. ഈ വയ്യായ്മ ഉള്ള അവസ്ഥയില് ഇനി താഴത്ത് വന്നിരുന്ന് കരക്കിന് കാണാം. ഇതെല്ലാം കഴിഞ്ഞ് വന്നാല് ഇതാണ് ഇപ്പൊ അവസ്ഥ. നിങ്ങളിപ്പോ താഴത്തേക്ക് വന്നില്ലേ, ഈ സമയത്ത് ഇവിടെ ഉള്ള അണ്ണാർക്കോട്ട മലയ്ക്ക് പോകും. നമ്മൾ മേലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് അവിടുന്ന് നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് തന്നെ പോകും. റൂമിലേക്ക് എന്തായാലും വരുന്നില്ല. അതായത് ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോ മൂപ്പര് നേരെ മുകളിലേക്ക് കയറി പോവാണ്. അതാണ് അവസ്ഥ. ഇപ്പൊ നമ്മൾ മേലേക്ക് പോയാൽ മൂപ്പര് നേരെ താഴത്തേക്ക് തന്നെ വരും. ഭയങ്കര ശല്യമാണ് സാധനത്തിനെ കൊണ്ട്. അവര് നമ്മളുടെ അടുത്ത് ചെയ്യുന്ന ദ്രോഹം കണ്ടില്ലേ, ഉപദ്രവം കണ്ടില്ലേ? കല്ലുമൂട റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഇതാണ് നമ്മളുടെ അടുത്ത് ചെയ്യുന്ന ദ്രോഹം. ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ ഒരു വഴി കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. കൂടുതൽ വഴിയൊന്നുമില്ല, കല്ലിട്ട് വെച്ചിരിക്കുക. ആരും വലിയ വാഹനങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പാടില്ല. അവരുടെ സിമൻറ്റ് നാശമാവും. എന്നുവെച്ചിട്ട് റോട്ടിൽ സിമൻറ്റ് ഇട്ടെന്ന് എഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് പോകണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കുറച്ച് ഉണക്കമീൻ വാങ്ങേണ്ട കാര്യമുണ്ട്, അതിന് കടയിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഏതെടുക്കുക നോക്കട്ടെ. 7 മണിയായപ്പോഴേക്ക് ഇതാ തിരിച്ചെത്തി. അത്യാവശ്യം ബേക്കറി സാധനങ്ങൾ, കുറച്ച് പഴം, ഉണക്കമീൻ, പൊറോട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മുട്ട ഉണ്ട്, സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് ഫ്രിഡ്ജ് തുറക്കണ സമയത്ത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സാധനം കൂടി ഒന്ന് വാങ്ങിച്ചു. മുട്ട അത് കഴിഞ്ഞത് ഓർമ്മയില്ല. മാത്രമല്ല ദോശയൊക്കെ ഒന്ന് നന്നായിട്ട് വരണമെങ്കിൽ ആദ്യം മുട്ട ഉണ്ടാക്കണം. അത് ശീലമായതുകൊണ്ട് കല്ലിലും തോന്നുന്നുണ്ട്. ഇപ്പം ഞാനിന്ന് മുട്ട ഇല്ലാണ്ട് ദോശ ഉണ്ടാക്കിയപ്പോൾ അവസ്ഥ കണ്ടില്ലേ, അടിയിൽ ഒട്ടി പിടിക്കുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, എന്നാലേ ഞാൻ തിന്നും. ഞാനത് മുഴുവൻ വേണ്ട വേണ്ട തിന്നില്ലേ? 1 4 കൊടുത്ത് മറ്റു 3 4 ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. 4 ഉണ്ടാക്കി തന്നു. 4 ഉണ്ടാക്കി 4 തിന്നില്ല, 3 വേണ്ട എന്നുള്ളത്. പിന്നെ വേണ്ടേ? ഇനിയിപ്പോ പൊറോട്ട പോരെ? മതി മതി. പക്ഷെ നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് നല്ല വണ്ണുള്ളത് മേടിച്ചു. അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ബലം വെച്ചിട്ടില്ലെങ്കിൽ ഈസി. എന്താന്നറിയാതെ കഴിക്കാൻ വയ്യ. നിന്നാൾ വറുത്തിട്ട് കണ്ടില്ലേ എത്ര എണ്ണം ഉണ്ടായിരുന്ന? ഞാൻ 1 എടുത്തിട്ടുള്ളൂ. 2 3 4 5. മുറിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുക. അവിടെ മുറിപ്പിച്ചില്ല. നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് മുറിക്കാമല്ലോ, വലുപ്പത്തിനനുസരിച്ച്. എന്നാ കഴിക്കല്ലേ? ഇനി ഉണ്ടാക്കണോ? പൊറോട്ട കഴിച്ചാൽ പോരെ? ഇനി ഉണ്ടാക്കണം, ഉണ്ടാക്കി തരാം. നിങ്ങളെന്താ കഴുത്തിലും കമ്മലും ഒന്നും ഇടാതെ? കേരളക്കാരുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ട. പൊട്ടിക്കുക, ഇറച്ചിക്കറി ഒഴിക്കുക, കുഴയ്ക്കുക, തിന്നുക. കേരളത്തിൽ ചെന്നാൽ രാവിലെ ഉച്ചയും വൈകുന്നേരം ഒന്നും വ്യത്യാസമില്ലാതെ ഏത് നേരത്തും കിട്ടണ ഒരു മുതലാണ് പൊറോട്ട. തമിഴ്നാട്ടിൽ വൈകുന്നേരം ആവണം ഈ സാധനം കിട്ടണമെങ്കിൽ. കേരളത്തിൽ രാവിലെ കിട്ടും പൊറോട്ടയും ബീഫും. അതാണ് കേരളക്കാരുടെ ദേശീയ ഭക്ഷണം എന്ന് പറയണത്. കുറേ കഴിച്ചിട്ടേ ഇതിനകത്ത് മുടി കിടക്കണം, എനിക്ക് വയ്യ. അതിനകത്ത് വരെ മുടി വീണിട്ടുണ്ട്. അല്ലേ, ഇതിപ്പോൾ ഫോണിൻ്റെ ലൈറ്റ് ഇട്ടപ്പോഴാണ് കാണുന്നത്. ശരി, ഇനി കഴിച്ച് തീർക്കട്ടെ. നിങ്ങൾ വന്നിരുന്ന് കഴിക്കേ. ഇതാ നിങ്ങൾക്കുള്ള 2 എണ്ണം, എനിക്കുള്ള 2 എണ്ണം. ഇപ്പം അലക്കാനാണോ പറയണേ? ഇപ്പം അലക്കണോ? ഇതിനകത്ത് തുണിയുണ്ടോ? പൊഞ്ഞു വെച്ചോ? ഫ്രിഡ്ജിൽ വെക്കണ്ട. അത് ഉണക്കമീനല്ലേ, അത് ഉണങ്ങിയിരിക്കേണ്ടതല്ലേ. അത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുവോ? അല്ല, അതാ ഫ്രിഡ്ജിൽ കേടില്ല. ഉണക്കമീനോ? അത് ചൂടത്ത് ഇങ്ങനെ ഉണങ്ങിയിരിക്കാൻ തന്നെ ഞാൻ അവിടെ വെക്കണം. അറിയില്ല കേട്ടോ, ഈ ഉണക്കമീന് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുവോ? അവര് പുറത്തെ ചൂടിൽ വെക്കുന്നത് ശരിക്കും ഉണങ്ങാൻ എനിക്ക് പറ്റി അത്ര അറിയുള്ളൂ. പുറത്ത് വെക്കുന്നതല്ലേ ഉചിതം? എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് അറിയില്ല കേട്ടോ അതിനെ കുറിച്ച്. അറിവുള്ളവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും.
ഇത് പുറത്തേക്കാ പോകും. അത് വേണമെങ്കിൽ എന്താ ചെയ്ത് വെള്ളത്തിൽ വെച്ച സ്ഥിതിക്ക് കഴിക്കലും കുടിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞത് കമ്പ്യൂട്ടർ റൂമിൽ എത്തി. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.